ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു നാൾ നൽകിയിരിക്കെ ആണ്ടവരെ നമുക്ക് ആണ്ടവരുടെ വചനം നമ്മളോട് എന്നാ சொல்லுதுன்னு നമുക്ക് பார்க்கலாம். ആണ്ടവർ നൽകിയിരിക്കുന്ന എല്ലാ നന്മയ്ക്കായി നമുക്ക് അവനെ നമിക്കാം, അവനെ സ്തുതി പണിടാം അല്ലെങ്കിൽ സ്തോത്രം പണിടാം. ഇങ്ങനെ ഇന്ന് നമ്മൾ വാസിക്കുന്നത് എഫെസ്യർ 5-ന്റെ 4-ാം വാക്യം തൊട്ട് നമ്മൾ കീഴോട്ട് വായിക്കുന്നത്. നമ്മൾ നേരത്തെ നമ്മൾ 3-ാം വാക്യത്തിൽ നമ്മൾ വാസിച്ചാച്ച് അത് 3 കാര്യം നമ്മൾ പാത്താച്ച് ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം. അത് 3 കാര്യത്തെപ്പറ്റി നമ്മൾ നേരത്തെ നമ്മൾ വിസാരിച്ചാച്ച്. എന്നാൽ ഇന്ന് നമ്മളിപ്പോൾ വിസാരിക്കാൻ പോകുന്നത് 4-ാം വാക്യത്തിൽ അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. അപ്പടി വസിക്കുന്നത് താൻ വിശുദ്ധന്മാർക്ക് ഉചിതം. നമ്മൾ വിശുദ്ധന്മാർ, അഥവാ ആണ്ടവർ നമ്മളെ നേസിച്ച് നമ്മളെ തൻ്റെ മക്കളാക്കി തീർത്ത് നമ്മൾ അവരുടെ മക്കളായിരിക്കുമ്പോൾ നമ്മൾ എന്നായിരിക്കുക, അപ്പടിയായ മക്കൾക്ക് എന്നാ ഉചിതമെന്ന് പറഞ്ഞാൽ ആണ്ടവരുടെ ചിത്തം പോലെ നമ്മൾ വസിക്കുക. നമ്മൾ ആണ്ടവരുടെ ചിത്തം പോലെ വസിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആണ്ടവരുടെ മക്കളാവും. ആണ്ടവർക്ക് നമ്മളോട് നേസം വരാതെ. അതുകൊണ്ട് ഇങ്ങനെ சொல்லுது, നമ്മൾ ഈ 3 കാര്യം നമ്മൾ മാറ്റണമെന്ന് 3-ാം വാക്യത്തിൽ നമ്മൾ കേട്ടാച്ച്. 4-ാമത്തെ വാക്യത്തിൽ അത് சொல்லுது, അപ്പടി ആകുന്നു വിശുദ്ധമാക്കുന്നത്. അതായത് നിങ്ങൾ ഈ 3 കാര്യവും മാറ്റി നിങ്ങൾ ജീവിക്കുമ്പോൾ അത് ഉചിതം തന്നെ. അത് ആണ്ടവർക്ക് പ്രീതി വരുന്ന, ആണ്ടവർക്ക് ചിത്തം വരുന്ന, ആണ്ടവർക്ക് പ്രസന്നമാകുന്ന രീതിയിൽ താൻ അത് പോകും എന്ന് சொல்லிയിരിക്കുക. അതിൽ പിന്നെ അവർ சொல்லுது, ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. അതായത് ഇങ്ങനെ 3 കാര്യം ഇങ്ങനെ சொல்லுது. ഇതുകൊണ്ട് നമുക്ക് വരുന്നത് എന്നാ, നമുക്ക് അതായത് മേലത്തെ നമ്മൾ വിസാരിക്കുമ്പോൾ 3 കാര്യം ഇങ്ങനെ വരുന്നത് ചീത്തത്തരം. അതായത് അതായത് തപ്പ് சொல்லுക, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിൽ നമ്മൾ പേശുക, അല്ലെങ്കിൽ നമ്മൾ കർസ് பண்ணுക, അല്ലെങ്കിൽ നമുക്ക് എല്ലാമേ ആണ്ടവർക്ക് ചിത്തമല്ലാത്ത രീതിയിൽ பண்ணுவா. അത് ചീത്തത്തരം. അത് 2-ാമത്തെ കാര്യം എന്നെ നമ്മൾ 2-ാമത്തെ കാര്യം ഇങ്ങനെ വാക്ക് പൊട്ടച്ചൊൽ. അതായത് നമ്മൾ ആകെ ഒരു ഇതിരിക്കുക, അല്ലെങ്കിൽ അതിരിക്കുക, അത് കംപ്ലീറ്റ് അത് കളവ് ചൊല്ലിയിട്ട് എന്നിട്ട് അവൻ പോയി പാക്കുമ്പോൾ പറയും, ഞാൻ ചുമ്മാ പേശിയത്. അതായത് അത് പൊട്ടച്ചൊൽ. അതായത് നിങ്ങൾ ഇല്ലാത്ത കാര്യം ഞങ്ങൾ പേശിയിട്ട് നമ്മൾ എന്നാ பண்ணுவா, നമ്മൾ ഇല്ലാത്ത കാര്യം പേശിയിട്ട് നമ്മൾ சொல்லுകയാണ്, അത് ഞാൻ ഞാൻ നിന്നോട് ഫണ്ണാക്കിയതാ, നിനക്കൊരു കളിയാക്കിയതാ, അല്ലെങ്കിൽ അത് നിന്നെ ഒന്ന് പാക്കാൻ വേണ്ടി ചെയ്ത. അതായത് തപ്പായ വാക്ക് നമ്മൾ ചൊല്ലിയിട്ട് അത് ചൊല്ലി നമ്മൾ ശരിക്കുമ്പോൾ അത് പൊട്ടച്ചൊൽ. അതായത് അതും ആണ്ടവർക്ക് ചിത്തമല്ലാത്ത രീതിയിൽ താൻ അതും പോകുന്നത്. പിന്നെ 3-ാമത്തെ കാര്യം എന്താ ചൊല്ലുന്നത്, കളിവാക്ക്. അതായത് കളിയായിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഈ 3-മേ ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ എന്നാ വാക്ക്, നമ്മൾ നീദർ ഫിൽത്തിനെസ് ആൻഡ് ഫൂളിഷ് ടോക്കിംഗ് ആൻഡ് ജസ്റ്റിംഗ്. അത് 3-മേ ഓൾമോസ്റ്റ് ഫിൽത്തി ടോക്കിംഗ് നമ്മൾ തപ്പായ കാര്യങ്ങൾ ചൊല്ലുക, അല്ലെങ്കിൽ ഫൂളിഷ് ടോക്കിംഗ്, അല്ലെങ്കിൽ അതായത് അതിലൊരു ഖനമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പേശുക. അത് മാത്രമല്ല ജസ്റ്റിങ്, അതായത് അത് ഒരു കളിയാക്കി നമ്മൾ ചൊല്ലുക. ഇത് 3-മേ ആണ്ടവർക്ക് ചിത്തമല്ല എന്ന് ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും വരുത്. സ്തോത്രമത്തെ നമ്മുടെ വായിൽ നിന്ന് എന്നത് വരണം, നമ്മുടെ വായിൽ നിന്ന് സ്തോത്രം താൻ വരണം. ആണ്ടവർ നമ്മൾ ആഗ്രഹിക്കുന്ന എപ്പോഴുമേ സ്തോത്രം പണിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ വാക്കിൽ സ്തോത്രം എപ്പോഴും വേണം. അതുകൊണ്ട് താൻ നമ്മൾ ഹിന്ദു ആൾക്കാരിൽ നമ്മൾ പാക്കും, അല്ലെങ്കിൽ കാത്തലിക്സിലൊക്കെ നമ്മൾ പാക്കും. അവർ മാല ജപിക്കും. അവർ എന്നാ ചെയ്യും, ആണ്ടവരുടെ നാമം ചൊല്ലിക്കൊണ്ടേ ഇരുന്നാൽ അത് എപ്പോഴേ ഓരോ നമ്പർ എത്ര ടൈം അത് മുസ്ലിംസും അപ്പടി പണുക. അതായത് നമ്മളുടെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മുഴുവനും എന്നായിരിക്കണം, ആണ്ടവർക്ക് സ്തോത്രം. അതായത് നമുക്ക് ഇപ്പോൾ തന്നെ നമ്മൾ വിസാരിച്ച് പാക്കുക, ഈ ശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ജീവനേ ഇല്ല.
നമുക്ക് ഓരോ സെക്കൻഡും നമ്മൾ ശ്വാസം പണ്ണുമ്പോൾ നമ്മൾ എന്നാണ് ചെയ്യുന്നത്? ആണ്ടവർക്ക് നമ്മൾ സ്തോത്രം പണ്ണണം. കാരണം ആണ്ടവർത്താൻ നമുക്ക് ശ്വാസം തന്നിരിക്കുക. അത് മാത്രമല്ല, ആണ്ടവർ നമുക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ് വർക്ക് പണ്ണാതിരുന്ന എപ്പോഴും ഇരിക്കും. ஹார்ட் பீட் ஒர்க் பண்ணது எப்படி ஹார்ட் பீட் ஒர்க் பண்ணும்? ஆண்டோர் தான் நம்மளோட ஹார்ட் பீட் ஒர்க் பண்ணுது. இதுவரை சயின்ஸை இதுவரைவே ஒன்றுமே கண்டு முடிக்காத எப்படி ஹார்ட் பீட்ஸ் பண்ணுது. அது அப்படியே அது ஒர்க் பண்ணிக்கொண்டு அந்த பேட்டரியில் ஒன்றுமே சார்ஜ் செய்யாத ஆட்டோமேட்டிக்காയിട്ട് ஒர்க் பண்ணிக்கொண்டே இருக்கும். അത് ആണ്ടോരുടെ നേസം താൻ. ആണ്ടോർ നമുക്ക് ശ്വാസം തന്നിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് തണ്ണി കുടിക്കുമ്പോൾ ആണ്ടോട് നമുക്ക് ലാവിഷായിട്ട്, അത് നമുക്ക് ധാരാളമായി നമുക്ക് തണ്ണി തന്നിരിക്കുക. അല്ലെങ്കിൽ ആണ്ടോട് നമുക്ക് ആഹാരം ധാരാളമായി തന്നിരിക്കുക. ആണ്ടോട് നമുക്ക് ബലം നല്ല തന്നിരിക്കുക. ആണ്ടോട് നമുക്ക് ആരോഗ്യം നമുക്ക് നൽകിയിരിക്കുക. ആണ്ടോട് നമുക്ക് ഈ ജീവിതം നമുക്ക് നൽകിയിരിക്കുക. ആണ്ടോട് നമുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളുമേ നനയ്ക്കുമ്പോൾ നമുക്ക് എന്നാ ചൊല്ലണം? നമ്മൾ ആണ്ടോർക്ക് സ്തോത്രം തന്നെ പണം. ആണ്ടോർക്ക് സ്തോത്രം പണുന്നതിന് കാര്യമേ ഇല്ല. കാരണം ആണ്ടോർ നമുക്ക് ഓരോ സെക്കൻഡും, അല്ല തൗസൻഡ്സ് ഓഫ് 1 സെക്കൻഡ്, അതെങ്ങനെ പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ നമ്മൾ 1000 ഭാഗം നമ്മൾ ആക്കി കഴിഞ്ഞാലും ഓരോ നിമിഷവും നമ്മൾ എന്നാ പണണം? ആണ്ടോർക്ക് സ്തുതി തന്നെ പണണം. അതുതാണ് ഇങ്ങനെ ചൊല്ലുന്നത്, നിങ്ങൾ സ്തോത്രം മറ്റും താൻ നിങ്ങൾ ചൊല്ലേണ്ടത്. 5-ാം വാക്യത്തിൽ എന്നാ നമ്മൾ വായിക്കുന്നത്? ഇങ്ങനെ നമുക്ക് പിന്നെയും നമ്മൾ പാക്കത് ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദിവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെയും രാജ്യം അവകാശമില്ല. ഇങ്ങനെ 4 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പാക്കത്. ദുർനടപ്പുകാർ നമ്മൾ 3-ാം വാക്യത്തിൽ നമ്മൾ വാസിച്ച അത് തന്നെ ഇങ്ങനെ പിന്നെ അപ്പടി ദുർനടപ്പ്, അല്ലെങ്കിൽ നമ്മൾ അതായത് തപ്പായി നമ്മൾ ജീവിതം നയിക്കുകയാണെങ്കിൽ അവർ, അല്ലെങ്കിൽ അശുദ്ധർ, അല്ലെങ്കിൽ അൺഹോളിയായ മനുഷ്യർ, അല്ലെങ്കിൽ ദൈവത്തിന് ചിത്തമല്ലാത്ത രീതിയിൽ നമ്മൾ വസിക്കുന്നത്. വിഗ്രഹാരാധി എന്ന് ചൊല്ലിയാൽ നമ്മൾ മൂർത്തി പൂജ ചെയ്യും. അതായത് ആണ്ടോരെ വേറെ ഒരു രൂപം കൊടുത്തിട്ട് അത് നമ്മൾ ചൊല്ലുക ആണ്ടോരാന്ന്. അതുതാൻ വിഗ്രഹാരാധന. അത് എന്നത് വേണമെങ്കിലും അയക്കാം. നമ്മൾ പിന്നെ ഹീറോ എന്ന് ചൊല്ലിയാൽ നല്ല വിളയാടുന്ന ആൾക്കാരെ, ബാസ്കറ്റ് ബോള്, ഫുട്ബോള് അപ്പടിയെല്ലാം വിളയാടുന്ന അതെല്ലാം ഹീറോ. അതെല്ലാം നമ്മൾ അവരെ ആരാധിക്കും. അതായത് നമ്മൾ അവർക്ക് ആണ്ടോടെ സ്ഥാനം കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ TV വാച്ചുകൊണ്ടേ പണിക്കൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് ചിത്തമില്ല. ആ ദൈവത്തിന് കൊടുക്കേണ്ട സമയം നമ്മൾ ദൈവത്തിന് കൊടുക്കാതെ നമ്മൾ എന്നാ പണ്ടുക? നമ്മൾ അത് ലോകത്തിന് കൊടുക്കുക. അത് താൻ വിഗ്രഹാരാധന. അതായത് മൂർത്തി പൂജ മട്ടും താൻ അല്ല. അതായത് നമ്മൾ മൂർത്തി എന്ന് ചൊല്ലുമ്പോൾ നമ്മൾ ആണ്ടവരുടെ രൂപം ഈ മൂർത്തിയിൽ ഇരിക്കുന്ന പോലിരിക്കുക. നമ്മൾ നേരത്തെ നമ്മൾ വാസിച്ച ആണ്ടവരുടെ രൂപം ആർക്കുമേ തിരിയാതെ. ഇതുവരെ ലോകത്തിൽ ആരുമേ ആണ്ടവരെ പാത്തിട്ടില്ല. നമ്മൾ ആണ്ടവരായ യേശു ക്രിസ്തു എന്ന ചൊല്ലിയത് അവനെ ആരുമേ പാത്തിരിക്കില്ല. ആര് മട്ടും പാത്തിരിക്കേ? ആണ്ടവ യേശു ക്രിസ്തു മട്ടും താൻ അവനെ പാത്തിരിക്കേ. അതുകൊണ്ട് ആണ്ടവരുടെ രൂപം ആർക്കുമേ തിരിയാതെ. അതുകൊണ്ട് താൻ ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ രൂപം ആർക്കുമേ ഫോട്ടോ പണ്ണാതെ. കാരണം ആണ്ടവർക്ക് അത് ചിത്തമായിരുന്നെങ്കിൽ എന്നെ പറ്റിയാലും ആണ്ടവ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ നമുക്ക് പാത്തേനും. ആണ്ടവ യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ ഇല്ല. നിങ്ങൾ പാത്ത് നോക്ക്. നിങ്ങൾ ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ കറുത്ത യേശു ക്രിസ്തുവിനെ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ പോയാൽ വെളുത്ത യേശു ക്രിസ്തുവിനെ പാക്കാം. നിങ്ങൾ ചൈനയിൽ പോയാൽ ഞങ്ങൾക്ക് യെല്ലോ യേശു ക്രിസ്തുവിനെ പാക്കാം. ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തവിട്ട് നിറത്തിലെ യേശു ക്രിസ്തുവിനെ പാക്കാം. അതെല്ലാം ശരിതാൻ. ഒരേ യേശു ക്രിസ്തുവിനെ ഇത്ര വേറെ രൂപം ഇരിക്കേ. അതായത് ഇപ്പം ഞാൻ തന്നെ ഇപ്പം നിങ്ങൾക്ക് പാക്കും. ഞാൻ ഒരു ബ്രൗൺ, അല്ലെങ്കിൽ തവിട്ട് നിറത്തില്ല ഒരു മനുഷ്യൻ തന്നെ എന്നെ വൈറ്റ് ആക്കി കഴിഞ്ഞാൽ നീ എപ്പടി ഇരിക്കും? അല്ലെങ്കിൽ ഞാൻ എന്നെ ബ്ലാക്ക് ആക്കിയാൽ എപ്പടി ഇരിക്കും? അല്ലെങ്കിൽ വേറെ ഒരു രൂപമാക്കി കഴിഞ്ഞാൽ എപ്പടി ഇരിക്കും? എനിക്കിപ്പം താടി ഇരിക്കുക. എനിക്ക് താടിയൊക്കെ എല്ലാം കളഞ്ഞ് ഒരു തലമുടിയൊക്കെ വളർത്തിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാക്കി എപ്പടി ഇരിക്കും? അതായത് എൻ്റെ രൂപം പാക്ക്
ആക്കുന്നവർക്ക് താൻ എൻ്റെ രൂപം ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ആണ്ടവരുടെ രൂപം നിങ്ങൾ പാക്കതേയില്ല. ആണ്ടവർ ആരാ നിങ്ങൾക്ക് പിടിയാതെ നിങ്ങൾ അവരുടെ രൂപമാക്കി കഴിഞ്ഞാൽ എന്നാ ചെയ്ത് നീ ആണ്ടവർക്ക് തപ്പായ രീതിയിൽ ചെയ്യും. അത് വിഗ്രഹാരാധന. അതായത് ആണ്ടവർക്ക് ചിത്തമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് വിഗ്രഹാഗ്രഹം. അത് മാത്രമല്ല, നാലാമത്തെ കാര്യം ദ്രവ്യാഗ്രഹം. അതായത് പൈസയോടെ ആർത്തി. അതായത് എനിക്ക് പൈസ വേണം, പൈസ വേണം, പൈസ വേണം, പൈസ വേണം, പൈസ വേണം, പൈസ വേണം, അതിനുവേണ്ടി അത് ചെയ്യുക, ഇത് ചെയ്യുക, മറ്റേ ചെയ്യുക, അത് ചെയ്യുക, തപ്പ് ചെയ്യുക, ദൃഢം പണുക, അല്ലെങ്കിൽ ரொம்ப കാര്യങ്ങൾ പണുക. അത് ദ്രവ്യാഗ്രഹം. അതായത് നമുക്ക് ആണ്ടോർ തന്നേക്കുന്ന നമുക്ക് എന്നാ നമുക്ക് தேவைப்படுமோ ஆண்டவர் നൽകിയിരിക്കും. ஆண்டவர் ഒരു മനുഷ്യനും ആണ്ടവർ വിടാതെ. കാരണം ആണ്ടവർക്ക് തിരിയും നമുക്ക് എന്നാ വേണം. നമ്മൾ സുവിശേഷത്തിൽ വാസിക്കുന്നതിന് അപ്പനോട് മക്കൾ മീൻ ചൊല്ലിയാൽ നീ പാമ്പിനെ കൊടുക്കുമോ, അല്ലെങ്കിൽ നീ അപ്പൻ ചൊല്ലിയാൽ നീ കല്ല് കൊടുക്കുമോ? അപ്പടി നമ്മുടെ സ്വന്തം തകപ്പനാർ നമ്മുടെ ചിത്തം നമുക്ക് തിരിയുന്നുണ്ടെങ്കിൽ ആണ്ടവർ പിതാവായ ആണ്ടവർ നമ്മുടെ ചിത്തം തിരിയാതാ. നമുക്ക് എന്നാ தேவைப்படுന്നു അവനെ തിരിയാതാ. അവൻ എല്ലാമേ പിടിയും. അന്നേരം നമുക്ക് എന്നാ தேவைப்படுന്നു അവർ തന്നിടും. അതിൽ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് சொல்லுക ദൈവ്യാഗ്രഹം. അതായത് അത് ദൈവത്തിന് ഹിതമല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുക. അതിനകത്ത് ഞാൻ ഇപ്പം അതിലെന്താ വയ്ക്കുന്നത്? ദൈവാഗ്രഹം. ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ന്യായത്തിൽ അവകാശമില്ല. ഇங்கே சொல்லுது அப்போஸ்தலனாയ പൗലോസ്, ഇവർക്കാർക്കുമേ എന്നെ கிடைக்காது, ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അവകാശം கிடைக்காது. അതായത് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അവകാശം കിടക്കണമെങ്കിൽ ഇതെല്ലാമേ നമ്മൾ മാറ്റണം. ഇത് മാറ്റിയെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ അവകാശത്തിൽ നമുക്ക് கிடைക്കുകയുള്ളൂ. ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. നാളെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചൊല്ലിയിടാം. എൻ്റെ പ്രിയമാനവരെ, ഞാൻ നിങ്ങളോട് എന്നാ ചൊല്ലുന്നത്, ആണ്ടവർ നമ്മളെ നേസിച്ചാച്ച്, ആണ്ടവർക്ക് നമുക്ക് എന്നാ தேவைப்படுമോ അതെല്ലാം നൽകിയാച്ച്, നമുക്ക് എന്നാ തോന്നണം എല്ലാ ടൈമിലും ആണ്ടവർക്ക് സ്തോത്രം പറയണം. അല്ലെങ്കിൽ നമ്മുടെ വായിൽ എന്നായിരിക്കണം? ആണ്ടവരുടെ നേസം നമ്മൾ പാത്ത് ആണ്ടവർക്ക് നന്ദി ചൊല്ലുക. അതുതാണ് നമ്മുടെ മെയിൻ ഫോക്കസ് ആയിരിക്കണം. അപ്പടി നമ്മൾ ചെയ്യുമ്പോൾ ആണ്ടവർ നമ്മളെ നേസിച്ചിടും. അവൻ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോയിടും. അവൻ നമുക്ക് അവൻ്റെ രാജ്യം നൽകിയിടും. നമുക്ക് അതിൻ്റെ ബെനിഫിറ്റുകൾ നമുക്ക് പാക്കില്ല. അവൻ നൽകുന്ന നമുക്ക് എല്ലാ കാര്യങ്ങളുമേ നമുക്ക് പിന്നാലെ നമുക്ക് വിസാരിച്ചിടാം. ഞാൻ വെക്കുവാണ്. ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ചൊല്ലിയ പ്രിയമാനവരെ, ഞാൻ ചൊല്ലിയ വചനങ്ങൾ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധ വെച്ച് പാക്ക്. ആണ്ടവർക്ക് എന്നാ ചിത്തം, ആണ്ടവർ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് പാത്ത് ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.